കുട്ടികളെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ദിനോസറിന്റെ കഥ പറഞ്ഞു തരാം. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഒഴുകിക്കൊണ്ടിരുന്ന ഒരു നദിയുടെ തീരത്ത് ഒരു കാടുണ്ടായിരുന്നു. ആ കാട്ടിൽ വലിയ വലിയ ദിനോസറുകൾ ജീവിച്ചിരുന്നു. അതിൽ ചില ദിനോസറുകൾ സസ്യഭുക്കുകളായിരുന്നു. ആയതിനാൽ അവയൊക്കെ ഇലകളും ചെടികളുമായിരുന്നു ഭക്ഷിച്ചിരുന്നത്. ചില ദിനോസറുകൾ മാംസഭുക്കുകളായിരുന്നു. അവ കാട്ടിലുള്ള മറ്റു മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിച്ചു. കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും വെള്ളം കുടിക്കാനായി നദിക്കരയിലേക്ക് വരുമായിരുന്നു. നദിയുടെ മറുകരയിൽ ഒരു ചെറു ഗ്രാമമുണ്ടായിരുന്നു. സോനുവും കൂട്ടുകാരും ഒരു ദിവസം നദിക്കരയിൽ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഡോൾഫിൻ, സോനുവിന്റെ സുഹൃത്ത്, ആ നദിയിലൂടെ സന്തോഷത്തോടെ തുള്ളിച്ചാടി സോനുവിന്റെ അരികിലേക്ക് വന്നു. ഹേയ് സോനു, ഞാൻ നിന്നെ കാണാനായി വന്നതാ. ഹേയ് സോനു, നിനക്ക് സുഖാണോ? എനിക്ക് സുഖാണ്. നിനക്ക് സുഖാണോ ഡോൾഫിൻ? എനിക്ക് സുഖാണ്. ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാ. അല്പസമയത്തിനുള്ളിൽ നിന്റെ സുഹൃത്ത് ഡിനോസർ നിന്നെ കാണാൻ വരുന്നുണ്ട്. ഹേ ഹേ ഹേ. വൗ! കൂട്ടുകാരെ, ഇതാ കണ്ടോ എന്നെ കാണാൻ ആരാ വന്നിരിക്കുന്നെന്ന്? അങ്ങകലെ കാട്ടിൽ നിന്ന് എന്റെ സുഹൃത്ത് ഡിനോസർ എന്നെ കാണാൻ വന്നിരിക്കുന്നതാ. സോനു, എനിക്ക് ഒത്തിരി പേടിയാവുന്നു. ഈ ഡിനോസർ നമ്മളെയൊക്കെ കൊന്നു കളഞ്ഞാലോ? പേടിക്കേണ്ട കൂട്ടുകാരെ, ഞാൻ സോനുവിന്റെ കൂട്ടുകാരനാണ്. ഞാൻ നിങ്ങളെ ഉപദ്രവിക്കില്ല. ഇന്നു മുതൽ ഞാൻ നിങ്ങൾക്കും കൂട്ടുകാരനാണ്, സോനുവിനെ പോലെ. കൂട്ടുകാരാ, എന്നെ കാണാനായി നീ ഇത്രയും നാൾ എന്താ വരാത്തത്? എന്നോട് ക്ഷമിക്കൂ കൂട്ടുകാരാ. ഇന്നു മുതൽ ഞാൻ ദിവസവും നിങ്ങളെ വന്ന് കണ്ടോളാം. അപ്പൊ ഈ ദിനോസർ നാളെയും ഇവിടെ വരും. നാളെ ഞാൻ മറ്റു വേട്ടക്കാരെയും കൂട്ടിക്കൊണ്ടുവന്ന ഈ ദിനോസറിനെ നിശ്ചയമായും പിടിച്ചെന്റെ കൂട്ടിലാക്കുക തന്നെ ചെയ്യും. എനിക്കിനി പോകാനുള്ള സമയമായി. എന്റെ ഭാര്യ കാട്ടിനുള്ളിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ബൈ ഡിനോസർ. ഹേ സോനു, നമ്മുടെ കൂട്ടുകാരൻ ഡിനോസർ എപ്പോഴാ വരിക? അവൻ കുറച്ചു സമയത്തിനകം എന്തായാലും എത്തും. എല്ലാവരും തയ്യാറായിരിക്കൂ. അല്പസമയത്തിനുള്ളിൽ എന്തായാലും ആ ഡിനോസർ ഇവിടെ വരും. ആ ഡിനോസർ ഇവിടെ എത്തിയാൽ ഉടൻ തന്നെ ഞാൻ ഈ വലയെടുത്ത് വീശും. അപ്പൊ എളുപ്പത്തിൽ നമുക്കതിനെ പിടിക്കാം. എന്നിട്ട് നമുക്കതിനെ ഏതെങ്കിലും സർക്കസ് കമ്പനിക്ക് വിൽക്കാം. ദേ അങ്ങോട്ട് നോക്കിക്കേ, നമ്മുടെ സുഹൃത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് സ്വാഗതം ഡിനോസർ. വരൂ, നമുക്ക് ഫുട്ബോൾ കളിക്കാം. സോനുവും മോനും തുടങ്ങി കുട്ടികളെല്ലാം ദിനോസറിനോടൊപ്പം കളിക്കാൻ തുടങ്ങി. അപ്പോൾ ആ വേട്ടക്കാർ നല്ല ഒരു അവസരത്തിന് വേണ്ടി പതുങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോൾ ബോൾ വേട്ടക്കാരന്റെ അരികിലേക്ക് വന്നു. അതെടുക്കാനായി ദിനോസറും എത്തി. കിട്ടിയ അവസരത്തിൽ തോക്കെടുത്ത് വേട്ടക്കാരൻ വെടിവെച്ചു. പാവം ദിനോസർ വലയ്ക്കുള്ളിൽ കുടുങ്ങി. വലയ്ക്കുള്ളിൽ നിന്നും പുറത്തു കിടക്കാൻ ദിനോസർ ശ്രമിച്ചു. എന്നെ രക്ഷിക്കൂ സോനു! ഈ വേട്ടക്കാരൻ എന്നെ കൊന്നുകളയും. സോനു! നിർത്താൻ! പറഞ്ഞത് കേട്ടില്ലേ? നിർത്താൻ! പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഞാൻ വെടിവെക്കും. എന്റെ പേര് ജയകാന്ത് ശിക്കാരി എന്നാണ്. എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കൂ. ഇപ്പോൾ തന്നെ, ഇപ്പോ! പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഡിനോസറിനൊപ്പം നിന്നെയും വെടിവെക്കും. ഇപ്പോ തന്നെ, ഇപ്പോ! ഇവിടെ നിന്നും ഓടിപ്പോകുന്നതാ നിനക്കൊക്കെ നല്ലത്. ഇപ്പോ തന്നെ, ഇപ്പോ! നിന്റെ വാക്ക് കേട്ട് ഞങ്ങൾ പേടിക്കാൻ പോകുന്നില്ല. ധൈര്യം ഉണ്ടെങ്കിൽ നീ വെടിവെച്ച് നോക്ക്. ഇപ്പോൾ തന്നെ, ഇപ്പോ! ധൈര്യം ഉണ്ടെങ്കിൽ നീ ഞങ്ങളുടെ ഡിനോസറിനെ ഒന്ന് വെടിവെച്ച് നോക്ക്. ഇപ്പോൾ തന്നെ, ഇപ്പോ! എന്റെ കൺമുന്നിൽ നിൽക്കാതെ ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ ഓടിപ്പോയ്ക്കോ. ഇപ്പോ തന്നെ, ഇപ്പോ! എന്റെ മുന്നിൽ നിന്റെ ഈ വിധികളൊന്നും പാലിക്കുകയില്ല. തോക്കിങ്ങനെ വെറുതെ കയ്യിൽ പിടിച്ചു നിന്നിട്ട് പേടിപ്പിക്കുന്നതിലൊന്നും ഒരു കാര്യവുമില്ല. അതിനുള്ളിൽ ഉണ്ടയിട്ട് വെടിവെക്കുന്നത് എങ്ങനെയാണെന്നും കൂടി അറിയണം. അല്ലെങ്കിൽ നിന്നെ പോലെ ഇങ്ങനെ നിൽക്കേണ്ടി വരും. ഇത് ഞങ്ങളുടെ മാത്രം ഗ്രാമമാണ്. പിന്നെ ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വേട്ടക്കാരൻ. രക്ഷപ്പെട്ടോളൂ കൂട്ടുകാരാ, രക്ഷപ്പെട്ടോളൂ. നീ എന്റെ ജീവനാണ് രക്ഷിച്ചത് സോനു. നീ ചെയ്ത ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. കഴിഞ്ഞ 6 ദിവസങ്ങളായി സോനു തന്റെ സുഹൃത്തുക്കളോടൊപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഡിനോസർ വരുമെന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു. ഡിനോസർ വരാത്തത് കാരണം അവർ അതീവ ദുഃഖിതരായി തീർന്നു. ഹേ സോനു, ഇന്ന് നമ്മുടെ സുഹൃത്തായ ഡൈനോസർ നമ്മളെ കാണാൻ വരില്ലേ? എനിക്കറിയില്ല. നമ്മൾ അവന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 7 ദിവസമായില്ലേ? എനിക്ക് എന്താന്നറിയില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ കാട്ടിലോട്ട് പോയി നോക്കണമെന്ന്. ഇല്ല,
അവിടെ അപകടം നിറഞ്ഞ സ്ഥലമാണ്. ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ മാംസഭോജികളായ വലിയ ഡിനോസറുകളും ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ അവിടെ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. നീ അങ്ങനെ ഒറ്റയ്ക്ക് പോണ്ട സോനു. എന്നാ പിന്നെ മനുഷ്യരെ തിന്നുന്ന ഡൈനോസർ നിന്നെ തിന്നും. സുഹൃത്തിന് പ്രശ്നം വന്നാ നമ്മൾ പോയല്ലേ മതിയാവൂ. ഞാൻ പോകും, എന്തായാലും പോകും. എന്നാ ശരി, പക്ഷെ നീ നദി എങ്ങനെ കടക്കാൻ പോകുന്നേ? നമ്മുടെ സുഹൃത്ത് ഡോൾഫിൻ ഉണ്ടല്ലോ, അവളുടെ പുറത്തു കയറി ഞാൻ പോവും. സോനു തന്റെ സുഹൃത്തായ ദിനോസറിനെ കാണുവാൻ വേണ്ടി ഡോൾഫിന്റെ പുറത്തു കയറി കാട്ടിലേക്ക് യാത്ര തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് അവർ രണ്ടുപേരും കാടിനുള്ളില് നദിക്കരയിൽ എത്തിച്ചേർന്നു. എന്നെ ഈ കാട് വരെ എത്തിച്ചതിന് നന്ദിയുണ്ട് കൂട്ടുകാരി. നന്ദിയൊന്നും പറയരുത്. എന്നോട് ക്ഷമിക്കൂ സോനു. എനിക്ക് നിന്നോടൊപ്പം കാട്ടിലേക്ക് വരാൻ കഴിയില്ല. ഞാൻ മത്സ്യമല്ലേ. വെള്ളത്തിൽ നിന്ന് പുറത്തു വന്നാ ഞാൻ മരിച്ചു പോകും. ഐ എം സോറി. ഏയ് ഡോൾഫിൻ, കൂട്ടുകാരുടെ ഇടയില് താങ്ക്സും ഇല്ല, സോറിയും ഇല്ല. എത്ര വലിയ കാടായിരുന്നാലും എനിക്കതൊരു പ്രശ്നമേ അല്ല സെനോറിറ്റ. ശരി, അപ്പൊ ഞാൻ പോയി വരട്ടെ. നീ നല്ല കുട്ടിയാണ് സോനു. തിരികെ മടങ്ങുമ്പോ എന്നെ ഒന്ന് വിളിച്ചാ മതി. ഞാൻ വന്ന് നിന്നെ കൊണ്ടുപോയിക്കോളാം. ബൈ ഡോൾഫിൻ. ഡിനോസർ, ഡിനോസർ, ഞാൻ നിന്നെ കാണാനായി കാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നീ ഇത് എവിടെയാണ് ഡിനോസർ? ഡിനോസർ, ഡിനോസർ. സോനു ഉറക്കെ തന്റെ സുഹൃത്തായ ദിനോസറിനെ വിളിക്കുകയായിരുന്നു. ആ ശബ്ദം കേട്ട് കാട്ടിനുള്ളിൽ വസിക്കുന്ന ക്രൂരനായ ഗബ്ബർ സിംഗ് എന്ന ദിനോസറാണ് എത്തിയത്. നീ എന്നെ വിളിച്ചിരുന്നില്ലേ കൊച്ചുകുട്ടി? ദേ കണ്ടോ, ഞാൻ വന്നില്ലേ? ഇല്ല ഇല്ല, ഞാൻ എന്റെ കൂട്ടുകാരനായ ഡിനോസറിനെയാണ് വിളിച്ചത്. പക്ഷെ നീ എന്റെ കൂട്ടുകാരനല്ലല്ലോ. എന്റെ പേര് ഗബ്ബർ സിംഗ്. ഞാൻ ഈ കാട്ടിലെ ബോസാണ്. എനിക്ക് എന്ത് തോന്നുന്നോ അതൊക്കെ ഞാൻ ചെയ്യും. ഒരുപാട് നാളായി ഒരു മനുഷ്യനെ ഭക്ഷിച്ചിട്ട്. ഇന്ന് ഞാൻ നിന്നെ ഭക്ഷിക്കും. നല്ല രുചിയായിരിക്കും. ഡിനോസർ, 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 എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. ഇത് നമ്മുടെ സോനുവിന്റെ നിലവിളിയല്ലേ കേൾക്കുന്നത്? സോനു ഏതോ അപകടത്തിൽപ്പെട്ടെന്നാ തോന്നുന്നത്. ഈ കാട്ടിലെ എല്ലാവർക്കും എന്നെ ഭയമാണ്. കാട്ടിനുള്ളിൽ പുലിക്കുട്ടി രാത്രി കരഞ്ഞാൽ പോലും അമ്മ പുലി ഇങ്ങനെ പറയും, കുഞ്ഞെ കുഞ്ഞെ എത്രയും പെട്ടെന്ന് ഉറങ്ങിക്കോ, ഇല്ലെങ്കിൽ ഗബ്ബർ സിംഗ് വരുമെന്ന്. ഈ കാട്ടിനുള്ളിലുള്ളവരെല്ലാം എന്നെ കണ്ട് ഭയപ്പെടുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടേക്ക് വന്നത്? ഡിനോസർ, ഡിനോസർ. എപ്പോ ഭയന്നോ അപ്പോൾ തന്നെ അവൻ മരിച്ചു. രക്ഷിക്കൂ, രക്ഷിക്കൂ. രക്ഷിക്കാനോ? പിന്നെ ഈ കാട്ടിനുള്ളിൽ ഗബ്ബർ സിംഗിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ ആരും തന്നെ വരില്ല. തെറ്റിപ്പോയി. സോനുവിനെ രക്ഷിക്കാൻ അവന്റെ കൂട്ടുകാരൻ എത്തിക്കഴിഞ്ഞു. സോനു, നീ ഭയപ്പെടാതിരിക്കൂ. നിന്നെ രക്ഷിക്കാൻ ഞാനുണ്ട് ഇവിടെ. പച്ചിലകൾ മാത്രം കഴിക്കുന്ന ഡിനോസർ നീ എന്നോടോ എന്നെ എതിർക്കാൻ വരുന്നോ? ഇപ്പൊ നിന്നെയും ഞാൻ കൊന്ന് ഭക്ഷണമാക്കാൻ പോവുകയാണ്. സോനു, സോനു, ഞാൻ ഇവിടെ നിന്നോളാം. നീ ഓടിപ്പൊയ്ക്കോളൂ. പക്ഷെ ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കി എങ്ങനെയാണ് പോകുന്നത് കൂട്ടുകാരാ? നിന്റെ ജീവൻ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. പൊയ്ക്കോളൂ. ഇല്ല, നമ്മുടെ സൗഹൃദത്തിൽ സത്യം ചെയ്ത് പറയുന്നു. പൊയ്ക്കോളൂ. ഡോൾഫിൻ, 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 ഡോൾഫിൻ. സോനുവിന്റെ വിളി കേട്ട് അവനെ തിരികെ കൊണ്ടുപോകാനായി ഡോൾഫിൻ അവിടേക്ക് വന്നു. വരൂ സോനു, പെട്ടെന്ന് വന്നതിന് പുറത്ത് കയറിയിരിക്കും. പെട്ടെന്ന് സോനു ഡോൾഫിന്റെ പുറത്ത് കയറി യാത്ര തുടങ്ങി. ഡോൾഫിൻ സോനുവുമായി തിരികെ ഗ്രാമത്തിലേക്ക് മടങ്ങി. എന്റെ ജീവൻ രക്ഷിച്ചതിൽ നന്ദിയുണ്ട് കൂട്ടുകാരി. കൂട്ടുകാർക്കിടയിൽ നോ സോറി നോ താങ്ക്സ് കൂട്ടുകാരാ. ഇതാണ് ഫ്രണ്ട്ഷിപ്പ്. നിന്നെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. പറയൂ കുട്ടികളെ, എങ്ങനെയുണ്ടായിരുന്നു ഈ കൂട്ടുകാരുടെ കഥ? കൊള്ളായിരുന്നു സർ, വളരെ നന്നായിരുന്നു. ഈ കഥയിൽ നിന്നും നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? സോനുവും ഡോൾഫിനും ഡൈനോസറും കൂട്ടുകാരെന്ന നിലയിൽ അവരുടെ കർത്തവ്യങ്ങൾ നിറവേറ്റി. അതുപോലെ നാമും കൂട്ടുകാരോട് അങ്ങനെ തന്നെ ആയിരിക്കണം. ആപത്ത് വരുമ്പോൾ ഒപ്പം നിൽക്കുന്ന കൂട്ടുകാരനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. വെരി ഗുഡ്. നാളെ പുതിയൊരു കഥയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.
നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.